ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു ക്ലാസ് ഉണ്ട് ഇപ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ടൈമായി, ഇപ്പം യൂണിലേക്ക് പോകണം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കൂടെ ഉണ്ട്. നെയിൽ സലോണിലാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ 6:30. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡിന്നറിന് കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പ്ലാൻസ് ഇതൊക്കെയാണ്. അപ്പം നമുക്ക് പോയിൻ്റെ അടുത്തേക്ക് പോവാം. ഈ കാണാമല്ലോ ഇവിടുത്തെ കാറ്റിൻ്റെ ഇൻറ്റൻസിറ്റി. ഞാൻ ഗാർബേജ് കളയാനായിട്ട് പോയതായിരുന്നു. ഗാർബേജിനൊപ്പം ഞാനും കൂടെ പോകാതിരുന്നത് എൻ്റെ എന്തോ ഭാഗ്യം. നല്ല കാറ്റായിരുന്നു. ഞാനൊക്കെ ഗാർബേജിൻ്റെ കവറും കൊണ്ട് ഞാൻ പറന്നാണ് പോയത്. എങ്ങനെയൊക്കെ ബസ് സ്റ്റോപ്പിൽ എത്തി. എപ്പോഴത്തേം പോലെ ബസ് മിസ്സായില്ല കേട്ടോ, അതാണ് മെയിൻ പോയിൻറ്റ്. ബസ് 2 മിനിറ്റിൽ തന്നെ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ബസ് കയറി നേരെ യൂണിയിലേക്ക് പോവാം. അങ്ങനെ സക്സസ്ഫുള്ളി ക്വിസ് ചെയ്യുന്ന നമ്മൾ ലൂസായി. നമ്മൾ പേടിച്ചാണ് വന്നത്. ക്വിസ് നടത്തുമോ? എനിക്ക് പേടിയില്ലായിരുന്നു. എന്നെ ഫുള്ള് പഠിച്ചിട്ടൊക്കെ പിന്നെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് മുന്നേ വേറെ ഉണ്ടായിരുന്ന ബാച്ച് ഫുള്ള് ക്യാൻസലായതല്ല, ക്യാൻസലാക്കിയത് മാം. അവരാരും ക്ലാസ്സിന് വരാത്തതുകൊണ്ട് ക്യാൻസലായി. ഇപ്പം നമ്മളായിരുന്നു ആദ്യത്തെ ബാച്ച്. പക്ഷേ ക്വിസില്ലായിരുന്നു. എന്നിട്ട് എന്താ പഠിച്ചതേ? ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ ഡിസോർഡേഴ്സ്, അതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ എന്താ പഠിപ്പിച്ചതെന്ന് ചോദിച്ചേ. നേരത്തെ എന്ത് പഠിപ്പിച്ച് ഇനി എന്ത് പഠിപ്പിക്കുമെന്നല്ല. ഇപ്പൊ എന്താ കാണിച്ചേ മാം? ഓഡന്റോജനിക് ഇൻഫെക്ഷൻസ്. പഠിപ്പിച്ചത് സന വന്നിട്ട് പനിയായിട്ട് വീണ്ടും തിരിച്ചുപോയി. വന്നിട്ട് മാമിനോട് ചോദിച്ചു, എനിക്ക് പനിയാ, ഞാൻ പൊക്കോട്ടെ, എന്നെ കൊണ്ടിരിക്കാൻ പറ്റും. അല്ലല്ല, മാം പറഞ്ഞു ഇരിക്ക്, ക്യൂസ് ഉണ്ട്, ഇരിക്കുന്നു പറഞ്ഞു. ക്ലാസ് പോയാ മതി. ക്ലാസ് മാം തന്നെ പറഞ്ഞു ഇല്ല കേട്ടോ, ക്യൂസ് ഒന്നുമില്ല. കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എടാ നീ പൊട്ടിക്കോടാ, ഫൈൻ അടിക്കോടാ. പിന്നെ ഈ സാധനം എന്താന്ന് പറ. കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞ എന്താണ് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ പറഞ്ഞ ഡ്രില്ല് ചെയ്യാൻ. ഞാൻ പറയുന്ന പൊട്ടത്തരം മാത്രം എനിക്ക് ഓർമ്മയുള്ള. പിന്നെ ഷോക്ക് അടിച്ച് തീർന്നു. ഓണായാ? എന്തുവാടാ, കാറ്റാണോ? കാറ്റിൽ സക്ക് ചെയ്തെടുക്കാൻ ഞാൻ അന്നേ പറഞ്ഞു. എടാ പക്ഷെ അതിനുള്ളതായി ആണോ ഇത്? ഡെന്റിസ്ട്രി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്താണ് സാധനം എന്ന് പറഞ്ഞു തരേണ്ടതാണ്. വരുന്നുണ്ടോ? എവിടെ? എടാ തെളിവ് എൻ്റെ എന്തിനു ഫൈൻ അടിച്ചേ? ഹലോ ജോർജൻ 2, ജോർജൻ 3. ജനുവരി 8 ഫെബ്രുവരി പറഞ്ഞപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് Another night, another fight. How do you feel? Are you hurting? Maybe we should take some time. I think I tend to take you for granted, but I think with me you're misunderstanding. You say you think you might just abandon us. ഞാനങ്ങനെ നെയിൽസ് ചെയ്ത് അപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. കുറച്ചെടുത്തുള്ളൂ, ജസ്റ്റ് ഒരു കുഴപ്പമില്ല ഇപ്പോൾ എടുത്തേ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഫ്ലാറ്റിലേക്ക് ഫ്ലാറ്റിലേക്ക് കയറി കുറച്ച് സാധനം അപ്പോൾ അത് മേടിച്ച് ഓട്ട ഫ്ലാറ്റിലേക്ക് പോകും. തണുപ്പാണ് സഹിക്കും. തണുപ്പ് പിന്നെ ഓട്ടം നോക്കാം, പക്ഷേ ഈ കാറ്റ്
ഭയങ്കര കാറ്റ്. തണുപ്പ് അത്ര ഇല്ലെങ്കിലും കാറ്റടിക്കുമ്പോഴത്തേന് ഭയങ്കര തണുപ്പ്, ഭയങ്കര സീനാണ്. അങ്ങനെ കുറേ സൊറ പറഞ്ഞിരുന്നതിന് ശേഷം ബോറടിച്ചിട്ട് നമ്മൾ കാർഡ് ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. കാർഡ് എടുത്തപ്പം എന്ത് കളിക്കണം, ചീട്ട് കളിക്കണോ ബ്ലഫ് കളിക്കണോ എന്ന് ഡൗട്ടായിട്ട് നമ്മൾ ലാസ്റ്റ് ബ്ലഫ് കളിച്ചു. ബ്ലഫ് നമ്മളൊരു 5-6 കളി പോയി. പക്ഷേ ഞാൻ ആദ്യത്തെ കളി പൊട്ടി, രണ്ടാമത്തെ കളി വീണ്ടും പൊട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചിട്ട് ഇവിടെ ആളുകൾ ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് മൂന്നാമത്തെ കളി വീണ്ടും കളിച്ചു, വീണ്ടും പൊട്ടി. നാലാമത്തെ കളി വീണ്ടും കളിച്ചു, അതിലും പൊട്ടി. അങ്ങനെ 4ാമത്തെ കളിയും പൊട്ടിയതിന് ശേഷം കാർഡ് ഷഫിൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവരുടെ നിന്ന് കാർഡും പിടിച്ച് വാങ്ങി ഷഫിൾ ചെയ്യാൻ പറ്റാണ്ട് ലാസ്റ്റ് ഫുള്ള് തറയിൽ വലിച്ചു വാരി എറിഞ്ഞ് എങ്ങനെയൊക്കെയോ വലിച്ച് കയറ്റിയിട്ടിട്ട് നമ്മൾ വീണ്ടും കളിച്ചു. അങ്ങനെ അത് സക്സസ്ഫുള്ളായി ഞാൻ വീണ്ടും പൊട്ടിയിരിക്കുന്നു. അപ്പോൾ എന്താ, നമുക്ക് ഫുഡ് കഴിക്കാമല്ലേ? അപ്പോൾ ഗൈസ്, എനിക്ക് നല്ല അടിപൊളി ചോറും ബീഫ് റോസ്റ്റും പിന്നെ സാലഡും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ദേ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഇനി കിടക്കണം. ഞാൻ നെയിൽസ് കാണിച്ചില്ല, ഇതാന്ന് ചെയ്ത് ഇരിക്കൈ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.